ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാർഗാവർത്തിതപാതുകാ പശുപതേഃ അംഗസ്യ കുർച്ചായതേ ഗണ്ഡൂഷാംബുനിഷേചനം പുരരിപോഃ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതംസായതേ. ഓം നമഃ ശിവായ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഞാൻ പറവൂർ ജ്യോതിസ്. ശിവരാത്രിയുടെ മഹത്വം, ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം, വ്രതസങ്കല്പം, ശിവഭക്തിയുടെ പ്രാധാന്യം എന്നീ വിഷയങ്ങളെ അധികരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ജനമനസ്സുകളിൽ ഈശ്വരചിന്തയും ഭക്തിയും ജനിപ്പിക്കുന്ന മഹോത്സവമാണ് ശിവരാത്രി. ശിവം എന്നാൽ മംഗളം, ശുഭം എന്നർത്ഥം. ഭക്തന്മാർക്ക് മംഗളം കൊടുക്കുന്ന രാത്രിയാണ് ശിവരാത്രി എന്നും ശിവഭഗവാന് പ്രിയപ്പെട്ട ശിവപ്രിയാരാത്രി ചതുർദശി എന്നും അർത്ഥം കൽപ്പിക്കുന്നു. ശിവരാത്രി വ്രതം 4 തരത്തിൽ ആചരിക്കപ്പെടുന്നു എന്ന് സ്കന്ദപുരാണം ശിവരഹസ്യഖണ്ഡം ഉപദേശകാണ്ഡത്തിൽ വ്യാസമഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നിത്യശിവരാത്രി അഥവാ ദൈനിക ശിവരാത്രി. ഇതിൽ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ വിളക്കുവെച്ച് ശിവഭഗവാനെ ആരാധിക്കുന്നു. 2, മാസിക ശിവരാത്രി. എല്ലാ മാസവും കൃഷ്ണപക്ഷ ചതുർദശി ദിവസം ശിവനെ ആരാധിക്കുന്നു. 3, മാഘമാസത്തിലെ പ്രഥമ തിഥി മുതൽ ത്രയോദശി വരെ വ്രതമായി ആചരിച്ചുകൊണ്ട് ശിവപൂജ ചെയ്യുന്നു. ചതുർദശി ദിവസം ഉദയത്തിന് ശേഷവും രാത്രി 4 യാമങ്ങളിലും ശിവപൂജ ചെയ്യുന്നു. 4, വർഷപ്രാധാന്യമായി ചെയ്യുന്ന മഹാശിവരാത്രി. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ശിവപ്രീതിക്കായി ചെയ്യുന്ന വ്രതം. ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണെങ്കിലും വ്രതാനുഷ്ഠാനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് ഈ വ്രതം ആചരിക്കേണ്ടത്. ഒരു മാസത്തിൽ 2 ചതുർദശി വന്നാൽ ആദ്യത്തേതാണ് ആചരിക്കുന്നത്. 2 ദിവസം അർദ്ധരാത്രത്തിൽ ചതുർദശി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിവരാത്രി തലേ ദിവസം തന്നെയാണ് ആചാരം. ത്രയോദശി അഥവാ പ്രദോഷത്തോടുകൂടി വരുന്ന ശിവരാത്രി ശ്രേഷ്ഠമായും അമാവാസിയോടുകൂടി വരുന്നത് അധമവും കേവല ചതുർദശി മാത്രമായി വരുന്നത് മധ്യമവുമാണെന്ന് ജ്യോതിശാസ്ത്രം ഗണിത നിർണയം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിക്കുവാൻ സാധിക്കും എന്നാണ് ഈ വ്രതത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നത്. സർവകാമപ്രദം കൃഷ്ണചതുർദശ്യാം ശിവവ്രതം. ഒരു വ്യക്തി അശ്വമേധയാഗം ചെയ്താൽ കിട്ടുന്ന ഫലത്തിന് തുല്യമായ ഫലം ശിവരാത്രി വ്രതം ആചരിച്ചാൽ ലഭിക്കും എന്ന് നാരദ സംഹിതയിൽ പറയുന്നു. അർദ്ധരാത്രി യുദായത്ര മാഘകൃഷ്ണ ചതുർദശി ശിവരാത്രി വ്രതം തത്ര സോ അശ്വമേധഫലം ലഭേത്. ഒരു ഭക്തൻ ശൈവനോ വൈഷ്ണവനോ ശാക്തേയനോ അഥവാ അയ്യപ്പ ഭക്തനോ മുരുകഭക്തനോ ആകട്ടെ, അവൻ ശിവരാത്രി വ്രതം ആചരിക്കാതെ ബഹിർമുഖനാകുന്നുവെങ്കിൽ അവൻ്റെ എല്ലാ പൂജാഫലവും നശിച്ചു പോകുന്നുവെന്ന് ഈശ്വര സംഹിതയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈവോ വാ വൈഷ്ണവോ വാപി യോ വാ സ്യാദ് അന്യപൂജകഃ സർവം പൂജാഫലം ഹന്തി ശിവരാത്രി ബഹിർമുഖഃ. മാഘ ഫാൽഗുന മാസങ്ങളുടെ മധ്യഭാഗത്ത് വരുന്ന
കൃഷ്ണ ചതുർദശി നാളിൽ ഉറങ്ങാതെ രുദ്രനെ, മഹാദേവനെ പൂജിച്ചാൽ ഭുക്തിയും മുക്തിയും, അതായത് ഭോഗവും മോക്ഷവും ലഭിക്കും എന്ന് കാളിക പുരാണം ഉദ്ഘോഷിക്കുന്നു. മാഘഫാൽഗുനയോർ മധ്യേ യാചകൃഷ്ണ ചതുർദശി തസ്യാം ജാഗരണാത് രുദ്ര പൂജിതോ ഭുക്തിമുക്തിദഃ. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെടുത്തിയ അനവധി കഥകൾ പ്രചാരത്തിലുണ്ട്. പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവയല്ല. ഐതിഹ്യ കഥകളുടെ പുറകിൽ ഒരു സന്ദേശമുണ്ടായിരിക്കും എന്ന സത്യം നാം മനസ്സിലാക്കണം. അതിൽ അന്തർലീനമായ തത്വം ഉൾക്കൊണ്ട് ദേവതയെ പൂജിക്കണം എന്ന് വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധം 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷിത് രാജാവിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, അല്ലയോ പരീക്ഷിത് രാജാവേ, അനവധി രാജാക്കന്മാരുടെ കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് അങ്ങയ്ക്ക് വൈരാഗ്യബുദ്ധിയും വിജ്ഞാനവും ഉണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു. ഇഹലോകവാസത്തിൽ കിട്ടുന്ന സുഖമൊന്നും ശാശ്വതമല്ല രാജാവേ. ശാശ്വതമായ ഒരു സുഖം വേറെയുണ്ട്. അത് അങ്ങയ്ക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി അനവധി രാജാക്കന്മാരുടെ കഥകളും അതിൻ്റെ ഉപകഥകളും ആ കഥകളുടെ ഉപകഥകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് എൻ്റെ വാഗ്വിലാസം അങ്ങയ്ക്ക് അറിയിക്കുവാൻ വേണ്ടിയും എനിക്കൊരു കഴിവുണ്ട് എന്ന് അങ്ങയെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയായിരുന്നു. വചോ വിഭൂതി നതു പാരമാർത്ഥ്യം, ഇത് പരമാർത്ഥ കഥകളായിരുന്നില്ല. കഥായിമാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. എല്ലാ ഭക്തന്മാരും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് പുരാണ കഥകൾ കേൾക്കേണ്ടത്. കഥയിൽ ചോദ്യമില്ല. കഥകളുടെ പുറകെ പോകരുത്. കഥകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ആ കഥകൾ മുഴുവനും നമ്മളുടെ കഥ കഴിക്കും എന്നാണ് പറയുന്നത്. ഇതൊന്നും പരമാർത്ഥ കഥകളല്ല. ഒരു ഐതിഹ്യം ഇപ്രകാരം പറയുന്നു. ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം നടത്തിയപ്പോൾ കാളകൂട വിഷം ഉത്ഭവിച്ചു. അത് ഭൂമിയിൽ പതിച്ചാൽ പ്രപഞ്ചനാശം സംഭവിക്കും. അതുകൊണ്ട് മഹാദേവൻ പാനം ചെയ്യുകയും അത് കഴുത്തിൽ ഉറച്ചു പോകുകയും ചെയ്തു. വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി പാർവതിയും എല്ലാ ദേവതമാരും ഭക്ഷണവും ജലവും ഒഴിവാക്കിക്കൊണ്ട് ഉറങ്ങാതെ വ്രതമാചരിച്ചു. വിഷം പാനം ചെയ്ത രാത്രി മാഘകൃഷ്ണപക്ഷ ചതുർദശിയിലായിരുന്നു. മറ്റൊരു ഐതിഹ്യം പറയുന്നത്, ബ്രഹ്മാവും വിഷ്ണുവും ആദ്യം ആരുണ്ടായി, ആരാണ് വലിയവൻ എന്ന വിഷയത്തിൽ വാദപ്രതിവാദമുണ്ടായി. അഹം പ്രഭു എന്ന് രണ്ടുപേരും പറയുന്നു. വാദം യുദ്ധമായി. ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രവും വിഷ്ണു നാരായണാസ്ത്രവും പ്രയോഗിച്ചു. രണ്ടും ഉപസംഹരിക്കുവാൻ സാധിച്ചില്ല. വിഷ്ണു പാശുപതാസ്ത്രം പ്രയോഗിച്ചുവെന്നും പറയപ്പെടുന്നു. രണ്ടുപേരുടെയും മധ്യത്തിൽ അഗ്നിസ്തംഭരൂപത്തിലൊരു ശിവലിംഗം ഉയർന്നു വരികയും രണ്ടുപേരും ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ഒരാൾ ശിവലിംഗത്തിൻ്റെ മുകളിലേക്കും മറ്റേയാൾ താഴേക്കും പോകുക, അഗ്രം കണ്ടതിന് ശേഷം തിരിച്ചു വരിക. ആദ്യം വരുന്ന ആൾ പ്രഭു ആയിരിക്കും. ഇതായിരുന്നു ആ അശരീരി. ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്ക് പോയി എന്നും ഹംസത്തിൻ്റെ മുകളിൽ പോയി എന്നും പറയപ്പെടുന്നു. വിഷ്ണു പന്നിയുടെ രൂപത്തിൽ അഥവാ പന്നിയുടെ മുകളിൽ താഴേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം അഗ്രം കാണാതെ വിഷ്ണു തിരിച്ചു വന്നു. ബ്രഹ്മാവ് കുറച്ചു ദൂരം മുകളിലെത്തിയപ്പോൾ ഒരു കൈതപ്പൂവ് മുകളിൽ നിന്നും വരുന്നത് കണ്ടു. എവിടെ നിന്നും വരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൈതപ്പൂവ് ഈ ശിവലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്നും ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ഈ ശിവലിംഗത്തിൻ്റെ അഗ്രഭാഗം കണ്ടതായി മഹാദേവനോട് ഒരു കള്ളസാക്ഷി പറയാമോ എന്ന് ബ്രഹ്മാവ് കൈതപ്പൂവിനോട് ചോദിച്ചു. കൈതപ്പൂവ് സമ്മതിച്ചു. രണ്ടുപേരും യഥാസ്ഥാനത്ത് എത്തിയ സമയം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചു. കളവ് പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു തല മഹാദേവൻ തൻ്റെ തള്ളവിരലും മോതിരവിരലും കൊണ്ട് നുള്ളിക്കളയുകയും
രണ്ടുപേരെയും ശപിക്കുകയും ചെയ്തു. ബ്രഹ്മാവിന് ഭൂമിയിൽ ക്ഷേത്രപ്രതിഷ്ഠ ഉണ്ടാവുകയില്ല എന്നും കൈതപ്പൂവിന് ദേവപൂജയ്ക്ക് അർഹതയില്ല എന്നും ശാപം കിട്ടി. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രമില്ലാത്തത്. ബ്രഹ്മാവിൻ്റെ തല നുള്ളിയെടുത്തതുകൊണ്ട് പരമശിവന് ബ്രഹ്മഹത്യാദോഷം സംഭവിച്ചു. ദോഷത്തിന് പ്രായശ്ചിത്തമായി ഭഗവാൻ നുള്ളിയ തല ഭിക്ഷാപാത്രമാക്കിക്കൊണ്ട് 12 വർഷക്കാലം ഭിക്ഷ യാചിച്ചു ജീവിച്ചു എന്ന് മഹാഭാരതത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. പൂർണ്ണ ദ്വാദശഭിർവർഷൈഹി ബ്രഹ്മ പ്രതിമുച്യതേ. ഇതാണ് ഭിക്ഷാടന ശിവസങ്കല്പം. വസ്ത്രം ധരിക്കാതെ പരിപൂർണ നഗ്നനായി ഭഗവാൻ ഭിക്ഷയാചിച്ചു ജീവിച്ചു എന്ന് കാരണാഗമത്തിൽ പറയുന്നുണ്ട്. 3 കണ്ണുകളോടുകൂടി 4 കൈകളോടും കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഇടത്തെ കൈയിൽ കപാലം ഏന്തിക്കൊണ്ട് 2 പാദങ്ങളിലും പാദുകങ്ങൾ ധരിച്ചുകൊണ്ട് നഗ്നനായിട്ടാണ് ഭഗവാൻ ഭിക്ഷയാചിച്ചത്. ത്രിനേത്രം ചതുർഭുജം നഗ്നരൂപം കിഞ്ചിത് സ്മിതാനനം വാമേ കപാലഹസ്തം തു പാദേ പാദുക സംയുതം. വധകർത്താക്കൾ സ്വയം തന്നെ പ്രായശ്ചിത്തം ചെയ്തു കൊള്ളണം എന്ന തത്വം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ലോകശിക്ഷണ രൂപത്തിലാണ് ഭഗവാൻ ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വയം ഭിക്ഷാടനം ചെയ്തത്. മോതിരവിരലും തള്ളവിരലും കൊണ്ട് തലനുള്ളിയപ്പോൾ പരമശിവന് ബ്രഹ്മഹത്യാദോഷം സംഭവിച്ചതുപോലെ തന്നെ ഈ 2 വിരലുകൾക്കും, പ്രധാനമായി മോതിരവിരലിന് അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു, പരിശുദ്ധി നഷ്ടപ്പെടുകയും പാതിത്യദോഷം സംഭവിക്കുകയും ചെയ്തു. മോതിരവിരലാണ് ഒരു പൂജ ചെയ്യുന്ന സമയത്ത്, തർപ്പണം, ശ്രാദ്ധം മുതലായവ ചെയ്യുന്ന സമയത്തും ഉപചാരം ചെയ്യുക. വം അപാത്മന ജലം കൽപ്പയാമി, നൈവേദ്യം കൽപ്പയാമി. ഈ 2 ഉപചാരങ്ങൾ മോതിരവിരൽ കൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാ വിരലുകളിലും വെച്ച് മോതിരവിരലിലാണ് പ്രാധാന്യം. അതിന് പാതിത്യദോഷം സംഭവിച്ചതുകൊണ്ട് അത് പവിത്രീകരിക്കുവാൻ വേണ്ടിയാണ്, പരിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പവിത്രം ധരിച്ചുകൊണ്ട് തർപ്പണം, ശ്രാദ്ധം മുതലായവ ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചത് മാഘമാസത്തിലെ കൃഷ്ണചതുർദശിയിലായിരുന്നു. മേലിൽ എല്ലാ വർഷവും പ്രസ്തുത രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്ന് പേരുണ്ടായിരിക്കും എന്നും ശിവൻ അരുളി ചെയ്തു എന്ന് ശിവപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റൊരു ഐതിഹ്യം കാണുന്നത് സിന്ധു നദിയുടെ തീരത്ത് കഞ്ചരം എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. രാജാവിൻ്റെ മന്ത്രിയായ ബ്രാഹ്മണന് സുന്ദരസേനൻ എന്ന പുത്രനുണ്ടായിരുന്നു. അഗ്നിപുരാണത്തിൽ സുന്ദരസേനൻ എന്ന പേരിലാണ് പറയുന്നത്. എന്നാൽ ശിവപുരാണത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ എന്നാണ്. ഇവൻ നാടിനും വീടിനും കൊള്ളരുതാത്ത ദുർമാർഗിയായി ജീവിച്ചു പോന്നു. ചണ്ഡാല സ്ത്രീയെ വിവാഹം ചെയ്തു. 5 പുത്രന്മാരും 2 പുത്രിമാരും ഉണ്ടായി. പുത്രിമാർ വളർന്നപ്പോൾ അച്ഛൻ തന്നെ അവരെ വിവാഹം ചെയ്തു. ഒരിക്കൽ ഭാര്യയുടെ ശിരസിൽ അണിയുവാൻ ഒരു പുഷ്പം തേടി നടന്ന് നാഗേശ്വരം എന്ന ശിവക്ഷേത്രത്തിനടുത്തെത്തി. അന്ന് അവിടെ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുകയായിരുന്നു. സുന്ദരസേനൻ യാദൃച്ഛികമായി അതിൽ പങ്കെടുത്തു. ഏതാനും നാളുകൾക്ക് ശേഷം ഇയാൾ മരിച്ചു. ഇയാളുടെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ കാലദൂതന്മാരും ശിവദൂതന്മാരും വന്നെത്തി. ആത്മാവിന് വേണ്ടി 2 പേരും തമ്മിൽ യുദ്ധമുണ്ടായി. യാദൃച്ഛികമായിട്ടാണെങ്കിലും ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തതിനാൽ ഇയാളുടെ ആത്മാവിനെ ശിവദൂതന്മാർ കൊണ്ടുപോയി എന്നും ഇയാൾ ശിവലോകം പ്രാപിച്ചു എന്നും പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യകഥ ഉത്തരഭാരതത്തിൽ പ്രചാരമുള്ളതായി പറയുന്നു. പുരാതന കാലത്ത് ദുഷ്ടനായ ഒരു വേടൻ മാൻ മുതലായ മൃഗങ്ങളെ കൊന്ന് കുടുംബം പുലർത്തിപ്പോന്നു. ഒരു ശിവരാത്രി ദിവസം കാട് മുഴുവൻ തിരഞ്ഞിട്ടും മൃഗഭക്ഷണം കിട്ടിയില്ല. വിശപ്പ് സഹിച്ചുകൊണ്ട് ഒരു കുളത്തിൻ്റെ കരയിലുള്ള കുവളമരത്തിൽ കയറി.
ഇരിപ്പിടം തയ്യാറാക്കുവാൻ വേണ്ടി ഇലകൾ താഴേക്ക് പറിച്ചിട്ടു. താഴെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. അതവൻ അറിഞ്ഞില്ല. പറിച്ച് താഴേക്കിട്ട കുവളത്തിലകൾ മുഴുവനും ശിവലിംഗത്തിലാണ് പതിച്ചത്. അന്ന് പകൽ മുഴുവനും വിശന്നു വലഞ്ഞു നടന്ന വേടൻ അറിയാതെ തന്നെ ശിവരാത്രി വ്രതം ആചരിച്ചു. രാത്രിയുടെ 1-ാം യാമത്തിൽ ഒരു ഗർഭിണിയായ പേടമാൻ വരുന്നത് കണ്ട ഉടൻ തന്നെ വേടൻ ശരം തൊടുക്കുവാൻ ഉന്നം വെച്ചു. പേടിച്ചു വിറച്ച മാൻ ദയനീയമായി അപേക്ഷിച്ചു, ഗർഭിണിയായ എൻ്റെ പ്രസവ സമയം അടുത്തിരിക്കുന്നു. എൻ്റെ പ്രസവം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് എന്നെ കൊന്നു തിന്നുകൊള്ളുക. വേടൻ മാനിൻ്റെ അപേക്ഷ സ്വീകരിച്ചു. 2-ാം യാമത്തിൽ വേറെ ഒരു പേടമാൻ വരുന്നത് കണ്ടു. കൊല്ലാൻ വേണ്ടി ഉന്നം വെച്ചു. ഋതുകാലം കഴിഞ്ഞ എൻ്റെ ഭർത്തൃസമാഗമത്തിന് അനുവദിക്കുക. ഋതുകാലം കഴിഞ്ഞ് ഞാൻ വരികയാണ്. എന്നെ ഭർത്താവുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കുക. അതിനുശേഷം ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് എന്നെ കൊന്നു തിന്നുകൊള്ളുക. വേടൻ അതിനെയും വിട്ടയച്ചു. രാത്രിയുടെ 3-ാം യാമത്തിൽ ചെറിയ കുട്ടികളുമായി ഒരു പേടമാൻ ആ കുളത്തിൽ വെള്ളം കുടിക്കുവാൻ വേണ്ടി വന്നു. വേടൻ ഉന്നം വെച്ചു, ഞാൻ ഈ കുട്ടികളെ വെള്ളം കുടിപ്പിച്ച് ഇവരുടെ അച്ഛൻ്റെ അടുക്കൽ ആക്കിയതിനു ശേഷം തിരിച്ചു വരാം. എന്നിട്ട് എന്നെ കൊന്നു തിന്നുക. കരഞ്ഞപേക്ഷിച്ചതുകൊണ്ട് ദയ തോന്നി മാൻകുട്ടികളെയും തള്ളമാനിനെയും വിട്ടയച്ചു. പ്രഭാതമായപ്പോൾ തടിച്ച് കരുത്തുറ്റ ഒരു കലമാൻ, ആൺമാൻ അവിടെ വന്നു. വേടൻ അമ്പെടുത്തു. മാൻ പറഞ്ഞു, എന്നേക്കാൾ മുമ്പേ വന്ന 3 പേടമാനുകളെയും നീ കൊന്നു തിന്നുവെങ്കിൽ എന്നെയും കൊന്നു തിന്നുക. അവയെ കരുണയോടെ വിട്ടയച്ചുവെങ്കിൽ അവയും ഞാനുമായി ചേർന്നതിന് ശേഷം ഞാൻ വരാം. ഞാൻ അവരുടെ സഹചാരിയാണ്. വേടൻ അതിനെയും വിട്ടയച്ചു. പകൽ മുഴുവനും പട്ടിണിയിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിവാക്കി. ശിവലിംഗത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചനം എന്നീ കാരണങ്ങളാൽ വേടൻ്റെ മനസ്സിന് പരിശുദ്ധി കൈവന്നു. അവൻ്റെ മനസ്സ് നിർദയത്വത്തിൽ നിന്നും ആർദ്രതയിലേക്ക് തിരിഞ്ഞു. മാനുകൾ മുഴുവൻ തിരിച്ചെത്തിയിട്ടും ഒന്നിനെയും കൊന്നു തിന്നുവാനുള്ള മനസ്സുണ്ടായില്ല. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വേടൻ്റെ ഹൃദയം പവിത്രീകൃതമായി. അവൻ തികച്ചും അഹിംസാവാദിയായി മാറി. ആൺമാനും തിരിച്ചെത്തി തൻ്റെ സത്യസന്ധത തെളിയിച്ചു. മൃഗങ്ങളുടെ സത്യസന്ധതയിൽ പ്രചോദിതനായി വേടൻ അഹിംസ പരമോധർമ്മ എന്ന ആപ്തവാക്യത്തിൻ്റെ ആരാധകനായി പശ്ചാത്തപിക്കുകയും ചെയ്തു. സ്വർഗലോകത്തു നിന്നും ദേവന്മാർ വേടനെ പ്രശംസിച്ചു. ഭഗവാൻ ശങ്കരൻ 2 പുഷ്പക വിമാനങ്ങൾ അയച്ച് വേടനെയും മാൻകുട്ടങ്ങളെയും ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ വേടൻ അടുത്ത ജന്മത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ഗുഹനായി ജനിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ജനിച്ച 2 ഗുരുക്കന്മാരും ശിവഭക്തന്മാരായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ 1888 ഒരു ശിവരാത്രി ദിവസമായിരുന്നു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ചെയ്തത്. ശിവമഹത്വം നമ്മെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഗുരുദേവൻ 100 ശ്ലോകങ്ങളടങ്ങിയ ശിവശതകം എന്ന കൃതി രചിച്ചത്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യസ്വാമികൾ രചിച്ച 100 ശ്ലോകങ്ങളുള്ള ശിവാനന്ദലഹരിയിൽ 28-ാമത്തെ ശ്ലോകത്തിൽ ശിവഭജനം ചെയ്തതുകൊണ്ട് അദ്ദേഹം ജീവൻ മുക്തനായി ജന്മസാഫല്യം നേടിയവനായി പരിണമിച്ച സത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലയോ പരമേശ്വര, അങ്ങയെ പൂജിക്കുക എന്ന കർമ്മഫലമായി സാരൂപ്യമുക്തിയും ശിവസ്തുതികൾ കൊണ്ട് അങ്ങയെ കീർത്തിച്ചതിൻ്റെ ഫലമായി സാമീപ്യമുക്തിയും ശിവഭക്തന്മാർ ഒരുമിച്ച് ചേർന്നുള്ള സംഭാഷണങ്ങളുടെ ഫലമായി സാലോക്യമുക്തിയും അങ്ങയുടെ വിഗ്രഹത്തെ ധ്യാനിച്ചതുകൊണ്ട് സായുജ്യമുക്തിയും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ ജീവൻ മുക്തനായി ജന്മസാഫല്യം നേടി പരിണമിച്ചിരിക്കുന്നു. സാധാരണക്കാരായ നമുക്കും ഇത് സാധിക്കും എന്നാണ് ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നത്. ശിവരാത്രി ദിവസം ക്ഷേത്രദർശനം, ഭണ്ഡാര സമർപ്പണം, പുഷ്പാഞ്ജലി, നിവേദ്യം എന്നിവയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിഷ്കളങ്ക ഭക്തിയോടുള്ള നാമജപത്തിനാണ്.
ആ ഭക്തിയോടുകൂടി നാമം ജപിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക. ഒരു ഭക്തൻ ദേവതയെ പൂജിക്കുന്ന സമയത്ത് താൻ ആ ദേവത തന്നെയാണ് എന്ന ഭാവന ഉണ്ടായിരിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് താൻ ലളിതാദേവി തന്നെയാണ് എന്ന് സങ്കല്പിക്കണം. അതിനു വേണ്ടിയാണ് ധ്യാന ശ്ലോകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരിയിൽ അഹമിത്യേവ വിഭാവയേ ഭവാനീം എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ഭക്തൻ ശിവനെ പൂജിക്കുമ്പോൾ ശിവനായി ഭവിക്കണം എന്ന് തന്ത്രശാസ്ത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. ശിവനുമായി താതാത്മ്യം പ്രാപിക്കണം, ഞാൻ ശിവൻ തന്നെ എന്ന ബോധത്തോടുകൂടി വേണം നാമജപം ചെയ്യുവാൻ. ശിവോ ഭൂത്വാ ശിവം യജേത് എന്ന് പ്രത്യേകം തന്ത്രത്തിൽ പറയുന്നുണ്ട്. ശിവരാത്രി ദിവസം ഉദയത്തിനു മുമ്പ് ഉണർന്ന് കൃത്യങ്ങൾ നിർവഹിച്ച് ശിവരാത്രി വ്രതം ആചരിക്കുവാൻ സങ്കല്പം ചെയ്യുക. കത്തിച്ചു വച്ച വിളക്കിന് മുമ്പിൽ മഹാദേവനെ സ്മരിക്കുക. എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ വ്രതം കൈക്കൊള്ളുന്നു എന്ന് സങ്കല്പിക്കുക. ഭസ്മധാരണവും രുദ്രാക്ഷമാലാധാരണവും ശിവഭഗവാന് ഏറ്റവും പ്രീതിപ്പെട്ടതാണ്. രാവിലെ ക്ഷേത്രദർശനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. സമീപ പ്രദേശത്ത് ശിവക്ഷേത്രം ഇല്ല എങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. ഏത് ക്ഷേത്രത്തിൽ പോയാലും പഞ്ചാക്ഷര മന്ത്രം ജപിക്കാവുന്നതാണ്. പഞ്ചാക്ഷരം, ശിവൻ്റെ അഷ്ടോത്തരം, മൃത്യുഞ്ജയ മന്ത്രം, ശിവാനന്ദലഹരി, ശിവശതകം, ശിവസഹസ്രനാമം എന്നീ ശിവസ്തുതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജപിക്കുക. രൂക്ഷമായ രസങ്ങളുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മധ്യാഹ്നത്തിൽ ലഘു ആഹാരം കഴിക്കുക. പകൽ ഉറങ്ങാതിരിക്കുക. വൈകുന്നേരം നിത്യാനുഷ്ഠാനം കഴിഞ്ഞ് ക്ഷേത്രദർശനം ചെയ്യുക. കഴിയുന്നതും ഉറക്കം ഒഴിവാക്കുക. പിറ്റേ ദിവസം ക്ഷേത്രദർശനം ചെയ്ത് തീർത്ഥം സേവിച്ചതിന് ശേഷം പാരണ വീടുക. ശിവരാത്രി വ്രതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഭഗവാനോടുള്ള ഭക്തി എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തിലാണ്. ഒരു സാധാരണ ഭക്തന്, ഒരു സാധാരണ മനുഷ്യന് ഭക്തശ്രേഷ്ഠനാകുവാൻ ദേവതയോടുള്ള നിഷ്കളങ്ക ഭക്തി ഒന്നു മാത്രം മതി എന്ന സത്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു നടന്ന സംഭവം ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിലെ 63-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. കാളഹസ്തി എന്നു പേരുള്ള സ്ഥലത്ത് ഗുഹയിൽ ഒരു ക്ഷേത്രമുണ്ട്. ഒരു ശിവലിംഗമുണ്ടായിരുന്നു. അതിൽ ഒരു പുരോഹിതൻ ദിവസവും പകൽ വന്ന് പൂജ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വേടൻ ഈ പൂജാരിയെ കണ്ടു. അദ്ദേഹത്തെ പിന്തുടർന്നു. ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്നത് നോക്കി നിന്നു. പൂജ കഴിഞ്ഞ് പൂജാരി തിരിച്ചുപോയതിനു ശേഷം വേടൻ ശിവലിംഗം കണ്ട് സന്തോഷിക്കുകയും ഞാൻ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ദേവത ഇത് തന്നെയാണ് എന്ന് സങ്കല്പിക്കുകയും എനിക്കും പൂജ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് പൂജാസാധനങ്ങളുമായി വേടൻ എത്തി. പൂജാരി കൊണ്ടുവന്ന് നിവേദിച്ച വസ്തുക്കളെല്ലാം മാറ്റുകയും വേടൻ്റെ വായിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് വിഗ്രഹം കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അടുത്തുള്ള ജലാശയത്തിൽ നിന്നും പല പ്രാവശ്യം ജലം വായിലെടുത്തു കൊണ്ടുവന്ന് തുപ്പിക്കൊണ്ട് വിഗ്രഹം കഴുകി വൃത്തിയാക്കി. വിഷാംശമില്ലാത്തതും സ്വാദുള്ളതുമായ പഴം ഏതെന്ന് ചവച്ചു നോക്കിയതിൻ്റെ ബാക്കി ഭാഗം ശബരി ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുത്തതുപോലെ മാനിനെ കൊന്ന് ചവച്ച് നോക്കി ഏത് ഭാഗത്തെ മാംസമാണ് ഏറ്റവും സ്വാദിഷ്ടമായത് എന്ന് പരീക്ഷിച്ച് സ്വാദുള്ള മാംസകഷ്ണം ശിവലിംഗത്തിൻ്റെ മുമ്പിൽ വെച്ചു. പൂജാരി 3 ദർഭകൾ കൂട്ടിക്കെട്ടി ശിവലിംഗത്തിൻ്റെ മുകളിൽ കൂർച്ചം വെച്ചത് എടുത്തു മാറ്റിയതിനു ശേഷം താൻ ധരിച്ചിരുന്ന ചെരുപ്പുകൾ രണ്ടും കൂട്ടിക്കെട്ടി ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചു. പൂജാരിക്ക് നിത്യവും മാംസകഷ്ണം എടുത്തു മാറ്റുന്നത് ശല്യമായി. കള്ളനെ കണ്ടുപിടിക്കുവാൻ തയ്യാറായി. ഒരിക്കൽ അങ്ങ് അകലെ പൂജാരി ഒളിഞ്ഞ് നോക്കി നിൽക്കെ വേടൻ വന്നു.
പൂജ കഴിഞ്ഞ സമയം ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ കൂടി ചോര വരുന്നതായി കണ്ടു. എന്തു ത്യാഗം സഹിച്ചും ഭഗവാന്റെ കണ്ണിൻ്റെ രോഗം മാറ്റണം എന്ന് തീരുമാനിച്ചു. ഭഗവാനോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ? പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു കണ്ണ് ഭഗവാന് സമർപ്പിക്കുവാൻ വേടൻ തീരുമാനിക്കുകയും കത്തി ഊരി ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മറ്റേ കണ്ണിൽ നിന്നും ചോര വരുന്നതായി കണ്ടു. എൻ്റെ രണ്ടാമത്തെ കണ്ണ് ഭഗവാന് തരാം എന്ന് പറഞ്ഞ് തൻ്റെ കീറച്ചെരുപ്പ് ഭഗവാന്റെ പുരികങ്ങളുടെ മധ്യഭാഗത്ത് അടയാളമാക്കി വെച്ചു. എൻ്റെ ആദ്യത്തെ കണ്ണ് പോയി, എനിക്കിനി ഒരു കണ്ണേ ഉള്ളൂ ഭഗവാനെ. ഈ ഒരു കണ്ണ് ഞാൻ എടുക്കുകയാണെങ്കിൽ അങ്ങയുടെ ചോര വരുന്ന കണ്ണ് കാണുവാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു അടയാളം വയ്ക്കുകയാണ്. കീറിയ ചെരുപ്പ്, പഴയ ചെരുപ്പ് കാലിൽ നിന്നും ഊരിയെടുത്തുകൊണ്ട് അത് രണ്ട് പുരികങ്ങളുടെയും നടുവിൽ വെച്ച്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ സാധിക്കുകയില്ലല്ലോ. രണ്ടാമത്തെ കണ്ണ് എടുക്കുന്നത് കാത്തു നിൽക്കുവാൻ മഹാദേവന് സാധിച്ചില്ല. തൻ്റെ ഭക്തന് അതിപാവനമായ ദിവ്യമംഗളസ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. ദിവ്യമായ വിമാനത്തിൽ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കഥ. ഈ ശ്ലോകം ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: മാർഗാവർത്തിത പാതുകാഹ പശുപതേഹേ അംഗസ്യ കുർച്ചായതേ. മാർഗത്തിൽ, വഴിയിൽ ആവർത്തിച്ച് നടന്നതുകൊണ്ട് തേയ്മാനം സംഭവിച്ചിരിക്കുന്ന പാതുകങ്ങൾ, തൻ്റെ ചെരുപ്പുകൾ കൂർച്ചായമാനമായിരിക്കുന്നു. 3 ദർഭകൾ കൂട്ടിക്കെട്ടി ശിവലിംഗത്തിൻ്റെ മുകളിൽ കൂർച്ചം വയ്ക്കുന്നതിന് പകരം 2 ചെരുപ്പുകൾ കൂട്ടിക്കെട്ടി കൂർച്ചത്തിന് തുല്യമായി വച്ചിരിക്കുന്നു. ഗണ്ടൂഷാംബു നിഷേചനം. ഗണ്ടൂഷം എന്ന് പറഞ്ഞാൽ കവിളിൽ കൊള്ളുന്ന വെള്ളം. ആ കവിളിൽ കൊണ്ടുവന്ന വെള്ളം തുപ്പിക്കൊണ്ടാണ് വിഗ്രഹം കഴുകിയത്. ഗണ്ടൂഷാംബു നിഷേചനം പുരരിപോഹോ ദിവ്യാഭിഷേകായതേ. ഇത് ദിവ്യമായിരിക്കുന്ന അഭിഷേക ജലമായി മാറിയിരിക്കുന്നു. കിഞ്ചിത് ഭക്ഷിതം അംശശേഷകബളം. കിഞ്ചിത് കുറച്ച് മാംസം, ഏതെല്ലാം ഭാഗത്താണോ സ്വാദുള്ള മാംസം ഉള്ളത് എന്ന് പല ഭാഗങ്ങളിലെയും മാനിനെ കൊന്നതിന് ശേഷം പരീക്ഷിച്ചു നോക്കിയതിന് ശേഷം കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായതേ, ശുചി നിവേദ്യമായി മാറിയിരിക്കുന്നു. അരി പകുതി വേവിച്ച് ആ ഹവിസ് നിവേദിക്കാൻ കൊണ്ടുപോകുന്ന ആ ഭാവത്തിലുള്ള ദിവ്യമായിരിക്കുന്ന ഒരു നിവേദ്യമായി മാറിയിരിക്കുന്നു. ഈ കടിച്ച് ചവച്ച് തുപ്പിയ എച്ചിൽ ഭാഗമായിരിക്കുന്ന, എച്ചിൽ പ്രായമായിരിക്കുന്ന മാംസകഷ്ണം. ഭക്തി കിംനകരോത്യഹോ വനചരോ. ഭക്തി കൊണ്ട് എന്താണ് സാധിക്കാൻ പറ്റാത്തത്? വനചരഹ, വേടൻ, ആ കാട്ടാളൻ ഭക്താവതംസമായി മാറിയിരിക്കുന്നു. ഭക്ത കേസരിയായി മാറിയിരിക്കുന്നു. ശ്രേഷ്ഠനായിരിക്കുന്ന ശ്രേഷ്ഠഭക്തനായി മാറിയിരിക്കുന്നു. ഈ കഥയുടെ സന്ദേശം ഉൾക്കൊള്ളുക. കഥയുടെ പുറകെ പോകരുത്. ശിവരാത്രി വ്രതം എന്നത് നമ്മുടെ എല്ലാ പാപത്തെയും നശിപ്പിക്കുന്നതാകുന്നു എന്ന് മഹർഷി വ്യക്തമായി പറയുന്നുണ്ട്. നായ്ക്കളുടെ മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലന് വരെ ഭുക്തിയും മുക്തിയും ശിവരാത്രി വ്രതമെടുത്താൽ കിട്ടുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുവാൻ പറ്റുന്നു. ഇഹലോകവാസത്തിന് ശേഷം പരലോകത്തേക്ക്, ശിവന്റെ ലോകമായിരിക്കുന്ന കൈലാസത്തിലേക്ക് പോകുവാൻ സാധ്യമാകുന്നു. അവിടെ ശിവന്റെ കൂടെ സന്തോഷിക്കുന്നു എന്നാണ് മഹർഷിമാർ പറയുന്നത്. ശിവരാത്രി വ്രതം നാമ സർവ പാപപ്രണാശനം. എല്ലാ പാപത്തെയും എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒരു ദിവസത്തെ ശിവരാത്രി വ്രതം കൊണ്ട് നശിപ്പിക്കുവാൻ സാധ്യമാകുന്നു. ആചണ്ഡാല മനുഷ്യാണാം ഭുക്തിമുക്തിപ്രദായകം. ആചണ്ഡാലൻ, ചണ്ഡാലൻ മുതൽ എല്ലാ മനുഷ്യരുടെയും ഭുക്തിയും മുക്തിയും ലഭിക്കുന്നതാകുന്നു. സർവകാമാൻ അവാപ്നോതി. എല്ലാ ആഗ്രഹങ്ങളെയും കാമനകളെയും സാധിക്കാൻ പറ്റുന്നതാകുന്നു. അവസാനം ശിവേന സഹമോദതേ, ശിവനോടുകൂടി സന്തോഷിക്കാൻ പറ്റുന്നതാകുന്നു.
ഇതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും. തെറ്റിൽ നിന്നും ശരിയിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഗമിക്കുവാൻ ശിവരാത്രി നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാ ഭക്തജനങ്ങൾക്കും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.